Hi all, welcome to another video of Business Economics. നമ്മൾ ഇന്ന് ബിസിനസ് എക്കണോമിക്സിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിലെ ഡിമാൻഡ് എസ്റ്റിമേഷൻ, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഈ രണ്ട് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ എന്താണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ? ഡിമാൻഡ് എസ്റ്റിമേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് കറണ്ട് വാല്യൂസ് ഓഫ് ഡിമാൻഡ് ഫോർ വേരിയസ് വാല്യൂസ് ഓഫ് പ്രൈസസ് ആൻഡ് അതർ ഡിറ്റർമൈനിങ് വേരിയബിൾസ്. ഒരു പ്രൊഡക്റ്റിൻ്റെ കറണ്ട് ഡിമാൻഡ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, കറണ്ട് ഡിമാൻഡ് കണ്ടുപിടിക്കാനാണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ. അപ്പോൾ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന കുറേ വേരിയബിൾസ് ഒക്കെ ഉണ്ടാകും. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, കൺസ്യൂമേഴ്സ് എക്സ്പെക്റ്റേഷൻസ്, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നത്. സോ ഇതിലുള്ള മാറ്റങ്ങൾ കറണ്ടിലെ ഡിമാൻഡിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് പ്രൊഡക്റ്റിന്, ഡിമാൻഡ് കുറയുകയാണോ കൂടുകയാണോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഡിമാൻഡ് എസ്റ്റിമേഷൻ നടത്തുന്ന പ്രോസസ്സ് ഒരു 5 സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ട്. 5 സ്റ്റെപ്സ് ഉണ്ട് ഈ ഒരു പ്രോസസ്സിൽ. എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സ് എന്ന് നോക്കാം. സ്റ്റെപ്സ് ഇൻ ഡിമാൻഡ് എസ്റ്റിമേഷൻ അല്ലെങ്കിൽ പ്രോസസ് ഓഫ് ഡിമാൻഡ് എസ്റ്റിമേഷൻ. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വേരിയബിൾസ്, ദെൻ കളക്ഷൻ ഓഫ് ഡാറ്റ, ഡെവലപ്മെൻറ്റ് ഓഫ് എ മോഡൽ, എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ഓഫ് ദ മോഡൽ, ഡെവലപ്മെൻറ്റ് ഓഫ് എസ്റ്റിമേറ്റ്സ് ബേസ്ഡ് ഓൺ ദ മോഡൽ. ഇങ്ങനെ ഒരു 5 സ്റ്റെപ്സ് ആണ് ഉള്ളത്. നമുക്ക് ഓരോ സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വേരിയബിൾസ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന വേരിയബിൾസ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഏതൊക്കെയാണ്? ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ നോക്കിയാണ് നമുക്ക് ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പം ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡാണ്. അതിനെ എഫക്റ്റ് ചെയ്യുന്ന കുറേ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടാവും. പ്രൈസ് ഓഫ് അതർ ഗുഡ്സ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, കോമ്പറ്റീഷൻ, കൺസ്യൂമേഴ്സ് എക്സ്പെക്റ്റേഷൻ, കൺസ്യൂമേഴ്സ് ചേഞ്ച് ഇൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെ വേരിയബിൾസിനാണ് സ്റ്റഡി നടത്തേണ്ടത് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സെക്കൻഡ് വൺ ആണ് കളക്ഷൻ ഓഫ് ഡാറ്റ. വൺസ് നമ്മുടെ ഈ വേരിയബിൾസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡാറ്റ കളക്ട് ചെയ്യാം. ഡാറ്റ പാസ്റ്റ് റെക്കോർഡ്സ് ഓഫ് ദ ഫേമിൻ്റെ തന്നെ പഴയ റെക്കോർഡുകളിൽ നിന്നോ, ഗവൺമെൻറ് പബ്ലിക്കേഷൻസിൽ നിന്നോ, കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ നിന്നോ, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഡെവലപ്മെൻറ്റ് ഓഫ് എ മോഡൽ. ഓക്കെ, നമുക്ക് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മോഡൽ, ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഡെവലപ്പ് ചെയ്യുക. നമ്മുടെ പ്രൊഡക്റ്റിനെ എഫക്റ്റ് ചെയ്യുന്ന വേരിയബിൾസിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഫോർത്ത് വണ്ണാണ് എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ഓഫ് ദ മോഡൽ. ഓക്കെ, വൺസ് ദ മാത്തമാറ്റിക്കൽ മോഡൽ ഈസ് ഡെവലപ്ഡ്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു എസ്റ്റിമേറ്റ് ദ അൺനോൺ വാല്യൂസ് ഓഫ് ദ പാരാമീറ്റേഴ്സ് ഓഫ് ദ മോഡൽ. ആ മോഡലിലെ അൺനോൺ വാല്യൂസ് ഏതൊക്കെയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഡെവലപ്മെൻറ്റ് ഓഫ് എസ്റ്റിമേറ്റ്സ് ബേസ്ഡ് ഓൺ ദ മോഡൽ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ അൺനോൺ വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഈ 5 സ്റ്റെപ്പ് പ്രോസസ്സാണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് ഡിമാൻഡ് എസ്റ്റിമേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്? അതിൽ ഫസ്റ്റ് വണ്ണാണ് കൺസ്യൂമർ സർവേസ് അല്ലെങ്കിൽ കൺസ്യൂമർ ഇൻ്റർവ്യൂസ്. കൺസ്യൂമറിനെ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് കൺസ്യൂമേഴ്സിലേക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഡയറക്റ്റായിട്ട് ചോദിക്കുകയോ ക്വസ്റ്റ്യൻസ് കൊടുത്ത് ചോദിക്കുകയോ അങ്ങനെ കൺസ്യൂമറിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് ഒരു ടൂൾ എന്ന് പറയുന്നത് കൺസ്യൂമർ സർവേസ്. നെക്സ്റ്റ് വണ്ണാണ് കൺസ്യൂമർ ക്ലിനിക്സ് ആൻഡ് ഫോക്കസ് ഗ്രൂപ്പ്. ഇൻ ദിസ് ടെക്നിക് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ആർ ഗിവൺ എ സ്മോൾ എമൗണ്ട് ഓഫ് മണി. ഈ ടെക്നിക്കിൽ എന്താണ് പറയുന്നത്? ഒരു ഗ്രൂപ്പിനെ, ഒരു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കുറച്ച് കൺസ്യൂമേഴ്സിനെ സെലക്ട് ചെയ്യും. അവർക്ക് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി എല്ലാവരുടെയും കയ്യിൽ കൊടുക്കും. വിത്ത് വിച്ച് ടു ബൈ സർട്ടൈൻ ഐറ്റംസ്. അവർക്ക് കുറച്ച് കാര്യങ്ങൾ ഈ പൈസയ്ക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട് അവരെ ഏൽപ്പിക്കും. ദെൻ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം നോക്കി എങ്ങനെയാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതെന്നനുസരിച്ചിട്ട് ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കൺസ്യൂമർ ക്ലിനിക്സ് അല്ലെങ്കിൽ ഫോക്കസ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് മാർക്കറ്റ് എക്സ്പെരിമെൻറ്റ്സ്. അണ്ടർ ദിസ് മെത്തേഡ് ദ പ്രൊഡക്റ്റ് ഈസ് ഡിസ്പ്ലേഡ് ഇൻ സെലക്റ്റഡ് സ്റ്റോഴ്സ് ബൈ ചേഞ്ചിങ് വേരിയസ് വേരിയബിൾസ് ദാറ്റ് ഡിറ്റർമൈൻ ഡിമാൻഡ് ലൈക്ക് പ്രൈസ്, പാക്കേജ്, എക്സെട്ര.
ദ റെസ്പോൺസ് ഓഫ് കൺസ്യൂമേഴ്സ് ഈസ് മെഷേർഡ് ആൻഡ് ക്വാണ്ടിഫൈഡ്. എന്ന് വെച്ചാൽ മാർക്കറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞ ടെക്നിക്കിൽ ഒരു പ്രൊഡക്റ്റ് പല സ്റ്റോറുകളിൽ പല രീതിയിൽ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, പ്രൈസ് മാറ്റി, അതുപോലെ തന്നെ പാക്കേജ് മാറ്റി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ട് ഡിസ്പ്ലേ ചെയ്യും. ദെൻ അപ്പോൾ കൺസ്യൂമർ എങ്ങനെയാണ് ഇത് ബിഹേവ് ചെയ്യുന്നത്, ഏത് സ്റ്റോറിൽ നിന്നാണ് അവർ പർച്ചേസ് ചെയ്യുക, എന്ത് ഫാക്ടറി ആണ് അവർ കൺസിഡർ ചെയ്യുക എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് മാർക്കറ്റ് എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തിട്ട് ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അതിന് മെയിനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് റിഗ്രഷൻ അനാലിസിസ് ആണ്. പാസ്റ്റ് ഡാറ്റ യൂസ് ചെയ്ത് ഫ്യൂച്ചർ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പാസ്റ്റ് ഡാറ്റ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറണ്ട് ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. ഇങ്ങനെ ഈ 4 ടെക്നിക്കുകൾ അല്ലെങ്കിൽ ടൂൾസ് ആണ് ഡിമാൻഡ് എസ്റ്റിമേഷന് ഉള്ളത്. നെക്സ്റ്റ് വൺ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഫോർകാസ്റ്റിംഗ് സിംപ്ലി റെഫേഴ്സ് ടു എസ്റ്റിമേറ്റിംഗ് ഓർ ആൻറ്റിസിപ്പേറ്റിംഗ് ഫ്യൂച്ചർ ഈവൻറ്റ്സ്. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ഇപ്പോഴേ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് വാല്യൂസ് ഓഫ് ഡിമാൻഡ് ഇൻ ഫ്യൂച്ചർ ടൈം പീരീഡ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എത്ര ഉണ്ടാവുമെന്ന് നമ്മളിപ്പോഴേ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് എസ്റ്റിമേഷനും ഡിമാൻഡ് ഫോർകാസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഡിമാൻഡ് എസ്റ്റിമേഷൻ കറണ്ട് പീരീഡ് ഡിമാൻഡ് എത്രയുണ്ടെന്ന് അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നതാണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. എന്നാൽ കറണ്ട് ഡാറ്റ യൂസ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ ഡിമാൻഡ് എത്രയുണ്ടാവുമെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിനാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? ഒരു ബിസിനസ്സിൻ്റെ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൻ്റെ റോൾ എന്തൊക്കെയാണ്? കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് നമുക്ക് മെയിനായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. ഫസ്റ്റ് ആണ്, ഇറ്റ് ഇനേബിൾസ് ദ ഫേംസ് ടു പ്രൊഡ്യൂസ് ദ റിക്വയർഡ് ക്വാണ്ടിറ്റീസ് അറ്റ് ദ റൈറ്റ് ടൈം. അതായത് എത്ര പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നെക്സ്റ്റ് ഇയറിൽ നമുക്ക് എത്ര പ്രൊഡക്ഷൻ വേണം എങ്കിൽ അതായിരിക്കും നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രൊഡക്ഷൻ നമ്പർ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ആണ്, ഇറ്റ് ഹെൽപ്സ് ടു അവോയ്ഡ് പോസിബിലിറ്റീസ് ഓഫ് ഓവർ പ്രൊഡക്ഷൻ ആൻഡ് അണ്ടർ പ്രൊഡക്ഷൻ. ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്താലും നഷ്ടമാണ്, അണ്ടർ പ്രൊഡക്ഷൻ വന്നാലും നഷ്ടമാണ്. സോ എന്താണ് കറക്റ്റ് പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി വേണ്ടതെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോർമുലേറ്റിംഗ് ആൻ അപ്രോപ്രിയേറ്റ് പ്രൈസിങ് പോളിസി. ഓക്കെ, ഒരു പ്രൊഡക്റ്റിന് എത്രയാണ് പ്രൈസ് തീരുമാനിക്കുന്നത്? ഓക്കെ, അതാണ് പ്രൈസിങ് പോളിസി എന്ന്. ഒരു പ്രൊഡക്റ്റിനെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡിമാൻഡ് ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡിമാൻഡ് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടൊരു പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അല്ലെങ്കിൽ പ്രൈസിങ് പോളിസിക്ക് വേണ്ടിയിട്ട് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് വൺ ആണ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസ്കവറിങ് ന്യൂ മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്. പുതിയ മാർക്കറ്റിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, ഇറ്റ് റെഡ്യൂസസ് ബിസിനസ് റിസ്ക്. റിസ്ക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പോസിബിലിറ്റി ഓഫ് ലോസ്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഓൾറെഡി ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ റിസ്ക്കുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. സോ ഇങ്ങനെയുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് കൊണ്ട് ഒരു ബിസിനസ്സിന് ഉള്ള ഗുണങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പ്രോസസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തുന്നതിനുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? 5 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ, സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്. സെക്കൻഡ് വൺ, ഡിറ്റർമൈനിങ് ടൈം പീരീഡ്. തേർഡ്, സെലക്ടിങ് എ മെത്തേഡ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഫോർത്ത് വൺ, കളക്ടിങ് ഡാറ്റ. ഫിഫ്ത്ത് വൺ, എസ്റ്റിമേറ്റിംഗ് റിസൾട്ട്. ഇങ്ങനെ 5 സ്റ്റെപ്സ് ആണുള്ളത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൽ. ഫസ്റ്റ് സ്റ്റെപ്പ്, സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്. സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനുള്ള ഒബ്ജക്റ്റീവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്നുള്ള ആദ്യം കണ്ടുപിടിച്ചിട്ട് വേണം ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിലേക്ക് കിടക്കാനായിട്ട്. ഓക്കെ, അപ്പം എങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ സെഗ്മെൻറ്റ് വൈസ്, മാർക്കറ്റ് സെഗ്മെൻറ്റ് വൈസ് ആണോ ഫോർകാസ്റ്റ് ചെയ്യേണ്ടത്, അത് ഹോൾ മാർക്കറ്റ് ഫോർകാസ്റ്റ് ചെയ്യണോ,
നമ്മുടെ ഫേമിൻ്റെ പ്രൊഡക്റ്റിൻ്റെ മാത്രം ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്താൽ മതിയോ, അതോ ഹോൾ മാർക്കറ്റിലെ പ്രൊഡക്ട്സിൻ്റെ എല്ലാം ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യണോ? അങ്ങനെ എല്ലാ കാര്യവും ആദ്യം ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം വേണം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമൈനിങ് ടൈം പീരീഡ്. എത്ര കാലയളവിലേക്കുള്ള ഡിമാൻഡാണ് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം തന്നെ കണ്ടുപിടിച്ച് വെക്കുക. അപ്പം രണ്ട് രീതിയിലുണ്ട്, ഷോർട്ട് ടൈമിലേക്കുള്ളോ ലോങ് ടൈമിലേക്കുള്ളോ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാം. അപ്പം ഷോർട്ട് പീരീഡ് ഫോർകാസ്റ്റിംഗ് ആണോ ലോങ് പീരീഡ് ഫോർകാസ്റ്റിംഗ് ആണോ ആ ഫേമിന് വേണ്ടതെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് സെലക്ടിങ് എ മെത്തേഡ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിന് പല മെത്തേഡുകളുണ്ട്. അതിൽ ഏതാണോ ബെസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് അത് സെലക്ട് ചെയ്യുക. ഓക്കെ, അത് സെലക്ട് ചെയ്യുമ്പം നമ്മുടെ ഫോർകാസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവും ടൈം പീരീഡും എല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു മെത്തേഡ് സെലക്ട് ചെയ്യുന്നത്. ഫോർത്ത് വണ്ണാണ് കളക്ടിങ് ഡാറ്റ. ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുക. മെത്തേഡിന് ആവശ്യം അല്ലെങ്കിൽ മെത്തേഡ് റൺ ചെയ്യാനുള്ള ഡാറ്റ കളക്ട് ചെയ്യുക. ഡാറ്റ രണ്ട് രീതിയിലുണ്ട്, പ്രൈമറി ഡാറ്റയുണ്ട്, സെക്കൻഡറി ഡാറ്റയുണ്ട്. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം കളക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആദ്യമായിട്ട് കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് വാച്ച് ചെയ്തിട്ടോ അങ്ങനെ ക്വസ്റ്റ്യനേഴ്സിലൂടെയോ ഒബ്സർവേഷനിലൂടെയോ ഒക്കെ കളക്ട് ചെയ്യുന്ന ഡാറ്റകളാണ് പ്രൈമറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ പാസ്റ്റ് ഡാറ്റയാണ്. ഓൾറെഡി കളക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി ഫേമിൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റകളാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പാണ് എസ്റ്റിമേറ്റിംഗ് ദ റിസൾട്ട്സ്. ഡാറ്റ എല്ലാം അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുക. സോ നമുക്കൊരു ഡാറ്റ ലാസ്റ്റ് ഒരു റിസൾട്ട് കിട്ടും. ഇങ്ങനെ 5 സ്റ്റെപ്പുകളാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിന് ഉള്ളത്. ഇനി ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് നോക്കാം. ഓക്കെ, ടെക്നിക്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ചെയ്യാനുള്ള മെത്തേഡിനെ മെയിനായിട്ടും 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്: സർവേ മെത്തേഡ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. ഓക്കെ, സർവേ മെത്തേഡ്സും ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സും ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മാത്തമാറ്റിക്കൽ ഫോർമുലയൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന മെത്തേഡ്സ് ആയിരിക്കും. സർവേ മെത്തേഡ് അതിന് ഫോർമുലയൊന്നും യൂസ് ചെയ്യാതെ ഡയറക്റ്റ് ഒരു സർവേ ടൈപ്പ് മെത്തേഡുകളായിരിക്കും സർവേ മെത്തേഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സർവേ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സർവേ മെത്തേഡ്സ് ഉള്ളതാണ് കൺസ്യൂമേഴ്സ് ഇൻ്റർവ്യൂ മെത്തേഡ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് സർവേ. കൺസ്യൂമേഴ്സിനെ സർവേ നടത്തിയിട്ട് കളക്റ്റീവ് ഒപ്പീനിയൻ മെത്തേഡ്, എക്സ്പേർട്സ് ഒപ്പീനിയൻ മെത്തേഡ്, കൺസ്യൂമർ ക്ലിനിക്സ് ആൻഡ് എൻഡ് യൂസ് മെത്തേഡ്. ഇങ്ങനെ 5 മെത്തേഡ്സാണ് സർവേ മെത്തേഡിലുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്, റിഗ്രഷൻ ആൻഡ് കോറിലേഷൻ, ബാരോമെട്രിക് ടെക്നിക്, എക്സ്ട്രാപ്പൊളേഷൻ, സൈമുൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. ഇങ്ങനെ 5 മെത്തേഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിലും വരുന്നുണ്ട്. നമുക്ക് ആദ്യം സർവേ മെത്തേഡ് നോക്കാം. സർവേ മെത്തേഡിൽ ഫസ്റ്റ് വണ്ണാണ് കൺസ്യൂമേഴ്സ് ഇൻ്റർവ്യൂ മെത്തേഡ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് സർവേ. ഓക്കെ, ഇതിൽ കൺസ്യൂമേഴ്സിന് ഡയറക്റ്റായിട്ട് കൺസ്യൂമേഴ്സിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുക. അവർക്ക് ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ടോ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടോ ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡാണ് കൺസ്യൂമേഴ്സ് ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ അവരുടെ ഇൻഡിവിജ്വൽസിൻ്റെ ഡിമാൻഡുകളെല്ലാം ആഡ് ചെയ്ത് ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെയാണ് ഈ മെത്തേഡ്. ഇനി ഇതിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ എല്ലാ കൺസ്യൂമേഴ്സിനെയും കണ്ടുപിടിച്ച് അവരിൽ നിന്ന് സർവേ നടത്തുന്നുണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ് എന്നും, എന്നാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ സാമ്പിളായി എടുത്തിട്ട് അവരിൽ നിന്ന് മറ്റുള്ളവരുടെ ഡിമാൻഡ് ഇങ്ങനെയായിരിക്കും എന്ന് അസ്യൂം ചെയ്ത് നടത്തുന്ന അനാലിസിസ് അല്ലെങ്കിൽ അങ്ങനെ സർവേ നടത്തുന്നുണ്ടെങ്കിൽ അതിനെ സാമ്പിൾ സർവേ മെത്തേഡ് എന്നും പറയും. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ എല്ലാ കൺസ്യൂമേഴ്സിനെയും കണ്ട് അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. സാമ്പിൾ സർവേ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ചില പ്രൊഡക്റ്റിൻ്റെ ഒന്നും എല്ലാ കൺസ്യൂമേഴ്സിനെയും കണ്ടുപിടിക്കാനേ പറ്റില്ല. നോർമലി പ്രൊഡക്ട്സിൻ്റെ എല്ലാ കൺസ്യൂമേഴ്സിനെയും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം ഒരു സാമ്പിൾ ആൾക്ക് കുറച്ച് പേരെ മാത്രം സെലക്ട് ചെയ്തിട്ട് അവരുടെ തന്നെ ഒപ്പീനിയനാണ് ഭൂരിഭാഗം ആൾക്കാരുടെ അസ്യൂം ചെയ്ത് അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അതാണ് സാമ്പിൾ സർവേ മെത്തേഡ്. ഈ 2 മെത്തേഡും കൺസ്യൂമർ സർവേ മെത്തേഡിൽ തന്നെ വരുന്നതാണ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഇൻ്റർവ്യൂ മെത്തേഡിൽ വരുന്നതാണ്. സെക്കൻഡ് മെത്തേഡാണ് കളക്റ്റീവ് ഒപ്പീനിയൻ മെത്തേഡ്. So under this method, the salesman estimate the expected sales in the respective territories on the basis of previous experience. അതായത് ഈ കളക്റ്റീവ് ഒപ്പീനിയൻ മെത്തേഡിൽ നമ്മൾ ഡയറക്റ്റായിട്ട് കൺസ്യൂമേഴ്സിൻ്റെ ഒപ്പീനിയൻ അല്ല എടുക്കുന്നത്, പകരം സെയിൽസ്മാൻ്റെ ഒപ്പീനിയനാണ് എടുക്കുക. അപ്പോൾ ഒരു സെയിൽസ്മാൻ അറിയാം അവരുടെ ഏരിയയിൽ എത്രത്തോളം ഈ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ട്, എത്രത്തോളം ആൾക്കാരാണ് വാങ്ങുന്നത് എന്നുള്ള സെയിൽസ്മാന് അറിവുണ്ടാവും. സോ അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡിനാണ് കളക്റ്റീവ് ഒപ്പീനിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. തേർഡ് മെത്തേഡാണ് എക്സ്പേർട്സ് ഒപ്പീനിയൻ മെത്തേഡ്. എക്സ്പേർട്സ് ഒപ്പീനിയൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ
സെയിൽസ്മാൻ്റെ അടുത്തുനിന്നോ കൺസ്യൂമേഴ്സിൻ്റെ അടുത്തുനിന്നോ അല്ല ഡാറ്റ കളക്ട് ചെയ്യുന്നത്. പകരം ഈ മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ ഡിമാൻഡ് അനലൈസ് ചെയ്യുന്നതിൽ ഒക്കെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് എക്സ്പേർട്സ് ഒപ്പീനിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതിനെ ഡെൽഫി മെത്തേഡ് എന്നുകൂടെ പറയും. നെക്സ്റ്റ് വണ്ണാണ് കൺസ്യൂമർ ക്ലിനിക്സ്. കൺസ്യൂമർ ക്ലിനിക്സ് നമ്മൾ ഓൾറെഡി ഡിമാൻഡ് എസ്റ്റിമേഷനിൽ പറഞ്ഞു തന്നെയാണ്. കൺസ്യൂമർ ക്ലിനിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിനെ കണ്ടുപിടിച്ച് അവർക്ക് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി കൊടുക്കും. ദെൻ അവരെങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്, അവരുടെ പർച്ചേസിങ് ബിഹേവിയർ എങ്ങനെയാണ് എന്നറിഞ്ഞ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വണ്ണാണ് എൻഡ് യൂസ് മെത്തേഡ്. എൻഡ് യൂസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന് പല യൂസേഴ്സ് ഉണ്ടാവും അല്ലേ. ചിലർ മറച്ചു വയ്ക്കാനായിരിക്കും, ചിലർ മീഡിയേറ്റർ മാത്രമായിരിക്കും, ചിലർ ഹോൾസെയിൽ എടുത്തിട്ട് റീറ്റെയിലായിട്ട് വിൽക്കുന്നവരായിരിക്കും, ചിലർ റീറ്റെയിലേഴ്സ് ആയിരിക്കും അല്ലേ. പക്ഷേ യൂസ് ചെയ്യുന്നവർ എൻഡ് യൂസേഴ്സ് കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. സോ ഈ എൻഡ് യൂസേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് എൻഡ് യൂസ് മെത്തേഡ്. അപ്പം അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ഇനി ഡിമാൻഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഫ്യൂച്ചറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിനാണ് എൻഡ് യൂസ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള 5 മെത്തേഡാണ് സർവേ മെത്തേഡിൻ്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പം സ്റ്റാറ്റിസ്റ്റിക്സിലെ ടൂൾസ് യൂസ് ചെയ്തിട്ട് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് വണ്ണാണ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്. ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഡാറ്റയുടെ ബിഹേവിയർ, ഒരു ട്രെൻഡ്, പാസ്റ്റ് ഡാറ്റകളുടെ ട്രെൻഡ് അനുസരിച്ചിട്ട് ഫ്യൂച്ചർ ഡാറ്റ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ വരുന്നതാണ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്, ഫ്രീ ഹാൻഡ് മെത്തേഡ്, മൂവിങ് ആവറേജ് മെത്തേഡ്, സെമി ആവറേജ് മെത്തേഡ്. ഇതൊക്കെ ഈ ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡിൽ വരുന്നതാണ്. നെക്സ്റ്റ് വണ്ണാണ് റിഗ്രഷൻ ആൻഡ് കോറിലേഷൻ. എല്ലാവരും സ്റ്റാറ്റിസ്റ്റിക്സിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലൊക്കെ പഠിക്കുന്നതായിരിക്കും റിഗ്രഷനും കോറിലേഷനും എന്താണ്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾസ്, ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻ സ്റ്റഡി നടത്തുന്നതാണ് കോറിലേഷൻ. സോ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്യൂച്ചർ ഡാറ്റ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഡാറ്റ യൂസ് ചെയ്തിട്ട് ഫ്യൂച്ചറിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് റിഗ്രഷൻ. ഈ 2 മെത്തേഡ്സും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സാണ് എന്തിനാണ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വണ്ണാണ് ബാരോമെട്രിക് ടെക്നിക്. Under this method, certain economic and statistical indicators from the selected time series are used to predict variables. അതായത് ചില എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യുക. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പം ഒരു ഇക്കണോമിയുടെ മെയിനായിട്ട് നടക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. GDP, ഗ്രോസ് നാഷണൽ ഇൻകം, പ്രൈസ് ഓഫ് ഇൻഡസ്ട്രിയൽ മെറ്റീരിയൽസ്, ഹോൾസെയിൽ കമ്മോഡിറ്റി പ്രൈസസ്, ഇങ്ങനെയുള്ള ചില ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് ബാരോമെട്രിക് ടെക്നിക്. നെക്സ്റ്റ് വണ്ണാണ് എക്സ്ട്രാപ്പൊളേഷൻ. Under this method, the future demand can be extrapolated by applying binomial expansion method. ബൈനോമിയൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഫ്യൂച്ചർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് എക്സ്ട്രാപ്പൊളേഷൻ. ദെൻ ലാസ്റ്റ് വണ്ണാണ് സൈമുൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. This involves the development of a complete econometric model which can explain the behavior of all variables which the company can control. ഒരു കമ്പനിയിൽ വരുന്ന വേരിയബിൾസിനെ എല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഇക്കണോമെട്രിക് മോഡൽ ആണ് സൈമുൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. ആ ഇക്കണോമെട്രിക് മോഡൽ യൂസ് ചെയ്തിട്ട് ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് സൈമുൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിൽ വരുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിമാൻഡ് എസ്റ്റിമേഷൻ, ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൻ്റെ സ്റ്റെപ്സും അതുപോലെ തന്നെ അതിൻ്റെ മെത്തേഡ്സൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ കാണുക. അതുപോലെ തന്നെ ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. താങ്ക്